ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബംഗ്ലാദേശ് ഇന്ത്യയുമായി കൊമ്പുകോർക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. അതിൽ പ്രധാനമായി പറയുന്നത് ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യയോട് കർക്കശമായി ആവശ്യപ്പെടാൻ തങ്ങൾ തയ്യാറെടുക്കുകയാണെന്നാണ് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനിസ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തെ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ട ഒരു വ്യക്തി, ഈ രാജ്യത്ത് കൂട്ടക്കൊല നടത്തിയ ഒരു വ്യക്തി ഇവിടെ നിന്ന് ഒളിച്ചോടി ഇന്ത്യയിലെത്തിയിരിക്കുന്നു. അവർക്കായി ഞങ്ങൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും. ഒപ്പം തന്നെ ഇന്റർപോളുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നതാണ്. ഷെയ്ഖ് ഹസീനെ വിട്ട് കിട്ടണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിനായി ഇന്ത്യയെടുത്ത സമ്മർദ്ദം തങ്ങൾ ചെലുത്തും എന്ന് പറയുന്നു. അതായത് ഇന്റർപോൾ മുഖേനയും റെഡ് കോർണർ നോട്ടീസുമൊക്കെ അയച്ച് അന്താരാഷ്ട്ര തലത്തിലൊരു സമ്മർദ്ദമുണ്ടാക്കി ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടാനുള്ള നടപടി സ്വീകരിക്കും എന്നാണ് മുഹമ്മദ് യൂനിസ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപും ഈ ബംഗ്ലാദേശിലെ നേതാക്കന്മാർ ഷെയ്ഖ് ഹസീനെ ഇന്ത്യ വിട്ടുതരണം എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഇന്ത്യ ഇന്ന് വരെ ഒരു മറുപടി കൊടുക്കുകയോ മൈൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ സസുഖം കഴിയുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഷെയ്ഖ് ഹസീന പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയത്. അതിനടിയിൽ അവരുടെ പേര് വെച്ചിരുന്നത് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി എന്നായിരുന്നു. ഏതായാലും ഇനി ട്രംപും മോദിയും കൂടെ ഷെയ്ഖ് ഹസീനയ്ക്ക് വല്ല ഓഫറും നൽകിയിട്ടുണ്ടോ എന്നറിയില്ല. അധികം വൈകാതെ അവരെ വീണ്ടും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഏതായാലും മുഹമ്മദ് യൂനസ് ഇപ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനെ കണ്ണെടുത്ത കണ്ടുകൂടാത്ത ഒരു വ്യക്തി കൂടിയാണ് മുഹമ്മദ് യൂനസ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കിട്ടുന്ന വേദികളെല്ലാം ട്രംപിനെ അപമാനിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ മുഹമ്മദ് യൂനസ്. ഏതായാലും ബംഗ്ലാദേശ് രാഷ്ട്രീയം വീണ്ടും ഇന്ത്യക്ക് നേരെ തിരിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.